വീട്ടമ്മ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പച്ചക്കറികളിലും പൂച്ചെടികളിലൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു പൊടിക്കൈയാണ്. നമുക്ക് പച്ചക്കറികളിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചയും അതുപോലെ കുലകളായിട്ട് കായ്കളൊക്കെ ഉണ്ടാവും. നല്ല കുല മറിഞ്ഞ് കായ്കളുണ്ടാവാനുള്ളൊരു പൊടിക്കൈയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു ഇല വെച്ചിട്ടാണ് നമ്മൾ ജൈവ രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. യാതൊരുവിധ പണച്ചെലവും ഇല്ലാത്ത രീതിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം മുരിങ്ങയില വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയുടെ ഔഷധ ഗുണങ്ങൾ ആർക്കും അറിയാതിരിക്കില്ലല്ലോ അല്ലേ. മുരിങ്ങ ധാരാളം ധാതുക്കളും അന്നജം ജീവകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയുടെ ഇലയും പൂവും കായും ഒക്കെ ഔഷധ ഗുണവും അതുപോലെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സൈറ്റോകൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ചെടികൾക്കാണ് എങ്ങനെയാണ് ഉപയോഗിക്കണതെന്ന് ഞാൻ ഇത് പറഞ്ഞുതരാം. സാധാരണ കർക്കിടക മാസത്തിൽ ഈ ഇല നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല. അതിന് കട്ടുണ്ടെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം നമുക്കിത് നല്ലൊരു വളമായിട്ട് ഇപ്പോൾ ചെടികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ 1 മാസം പ്രായമായിട്ടുള്ള മുരിങ്ങയിലാണ് നമുക്ക് ആവശ്യം. ഈ ഇല നമുക്ക് ജ്യൂസാക്കി എടുക്കണം. അപ്പം നമുക്കിത് ജ്യൂസാക്കാം. നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് ജ്യൂസാക്കി എടുക്കാം. അപ്പം നമ്മൾ നല്ലപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്കൊരു തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഈ അടിച്ചെടുത്ത ലൈന് നേരിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്യാൻ പാടില്ല. ഇത് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനത് നേർപ്പിക്കാനായിട്ട് 300 മില്ലി വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 10 മില്ലി ഇതേപോലെയുള്ള അടപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, എല്ലാവരുടെയും വീടുകളിൽ കുട്ടികൾക്കൊക്കെ മരുന്ന് വാങ്ങുന്നതൊക്കെ കിട്ടും. അപ്പോൾ അതിലൊരു 10 മില്ലി ഈ മുരിങ്ങയില സത്ത് ഒഴിക്കാം. അതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇത് ചേർക്കാം. അപ്പോൾ നമ്മൾക്കിടെ ചെടികളിലൊക്കെ തെളിക്കാൻ ഇത് പാകമായി. ഇത് അപ്പോൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ ചെടികളിലൊക്കെ തെളിക്കാം. നമുക്ക് നട്ട് 1 മാസം പ്രായമ്പോഴും അതേപോലെ പൂക്കളുണ്ടാവുന്ന ആ പാകത്തിലൊക്കെ നമുക്കിത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കിത് മറ്റ് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം അതല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ നമുക്കിത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉള്ളതല്ല. നമ്മൾ ഈ മുരിങ്ങയില സത്തിൽ നിന്നും 10 മില്ലി എടുത്തിട്ട് അതിൽ 30 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീതം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടികളൊക്കെ നല്ല പുഷ്ടിയോടെ വളരുകയും കുല മറിഞ്ഞ് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.